ഈ സ്ഥാനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക സ്ത്രീകളും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. സ്ഥാനഭാഗത്ത് എന്തെങ്കിലും മുഴ പോലെ ഉണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും വേദന പോലെ ഉണ്ടാകും എന്നാണ് ഒട്ടുമിക്ക ആൾക്കാരും കരുതിയിരിക്കുന്നത്. പക്ഷെ എല്ലാ ബ്രസ്റ്റ് ക്യാൻസറിലും മുഴ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, അല്ലെങ്കിൽ അവിടെ ഒരു വേദന ഉണ്ടാകണമെന്നോ എല്ലാ മുഴകളും ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നോ യാതൊരു നിർബന്ധവും ഇല്ലാത്തൊരു കാര്യം കൂടിയാണ്. ചില സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്തനഭാഗത്ത് എന്തെങ്കിലും ഒരു കട്ടി പോലെ, ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് നല്ലൊരു കട്ടി പോലെ ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ സ്തനഭാഗത്ത് നമ്മുടെ ബ്രസ്റ്റിന്റെ ഭാഗം ചെറുതൊരു ചുളിവ് പോലെ തോന്നുക, അല്ലെങ്കിൽ ഒരു കുഴിഞ്ഞു വരുന്നത് പോലെ, നിപ്പിളിന്റെ ഭാഗത്ത് എന്തെങ്കിലും കുഴിഞ്ഞു വരുന്നത് പോലെ, അങ്ങനെ പറയുന്ന പലതരം ലക്ഷണങ്ങൾ പല രീതിയിലായിട്ട് പല ആളുകളിലും കണ്ടുവരുന്നതും കൂടിയാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇവിടെ ഈ പറയാൻ പോകുന്ന 5 മിനിറ്റ് സ്വയം പരിശോധന എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇപ്പൊ നിങ്ങൾ പുരുഷന്മാരാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിലുള്ള അമ്മമാർക്കും നിങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും ആർക്കാണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും അവസാനം വരെ കണ്ടിട്ട് അയച്ചു കൊടുക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. സോ എന്താണ് ഈ സ്വയം പരിശോധന, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. പിന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാനുള്ളത്, ഇവിടെ ഞാൻ ഈ പറയാൻ പോകുന്ന സെൽഫ് എക്സാമിനേഷൻ ഉണ്ടല്ലോ, നിങ്ങളൊരു ടെസ്റ്റിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് ഒരിക്കലും കണക്കാക്കരുത്. ഇപ്പൊ നമ്മുടെ സ്ഥലഭാഗങ്ങളിൽ എന്തെങ്കിലും സാധാരണ ഇല്ലാത്ത എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും അതിനാവശ്യമായിട്ടുള്ള ചികിത്സ നമുക്ക് നേടാനും സഹായിക്കുന്ന ഒരു മാർഗം മാത്രമായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. ഇതേപോലെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യത്തെ സ്റ്റേജിലൊക്കെ ഒരു ചികിത്സ നേടുകയാണെങ്കിൽ അതിന്റെ സക്സസ് റേറ്റ് വളരെയധികം കൂടുതലായിരിക്കും. കുറച്ച് നമ്മൾ ലേറ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ സക്സസ് റേറ്റ് കുറവാകാനുള്ള ചാൻസസും കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു മാർഗമായിട്ട് നിങ്ങൾ മാത്രം ഇതിനെ കണക്കാക്കിയാൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എല്ലാ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ മുഴ മാത്രം ഉണ്ടാകുക, വേദന പോലെ ഉണ്ടാകുക എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഒന്നാമത്തെ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ സ്ഥലത്തിന്റെ ഭാഗത്ത് ഇതേപോലെ ചുവന്ന് തടിച്ച് വരികയാണ്, ഒരു വീക്കം പോലെ വരിക, അല്ലെങ്കിൽ ഒരു ചൂട് പോലെ എപ്പോഴും നന്നായിട്ട് തോന്നുകയാണെങ്കിൽ എപ്പോഴും അതൊരു ഇൻഫെക്ഷൻ മാത്രമാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങളൊരു എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തത് മാറി പിന്നെ അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പലപ്പോഴും അതൊരു ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഒരു ലക്ഷണം നോക്കുകയാണെങ്കിൽ സ്ഥലത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് നല്ലൊരു കട്ടി പോലെ തോന്നുക, സ്കിന്നിന് നല്ലൊരു കട്ടി പോലെയായിട്ട് തോന്നുക, എല്ലാ ഭാഗത്തും ഉണ്ടാകില്ല ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് തോന്നുകയാണെങ്കിൽ ഇതും ഒരു ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് നമുക്കൊരു ചാൻസസ് ഉണ്ട്. ഇനി നമ്മൾ മറ്റു പല ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ബ്രസ്റ്റിന്റെ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഓറഞ്ചിന്റെ തൊലി പോലെ ഇത്തരത്തിൽ ചെറിയ ചെറിയ കുഴികൾ പോലെ കണ്ടുവരികയാണെങ്കിൽ ഇതും അപൂർവമായിട്ടുള്ള ഒരു ലക്ഷണമാണ്, പക്ഷെ ഇത് നമ്മളൊരു പ്രധാന ലക്ഷണമായിട്ട് കണക്കാക്കുന്നുമുണ്ട്. ഇനി നാലാമത്തെ ഒരു ലക്ഷണം നോക്കി കഴിഞ്ഞാൽ ബ്രസ്റ്റിന്റെ സൈസ് നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വരിക. പെട്ടെന്ന് നിങ്ങളുടെ സൈസ്, ബ്രസ്റ്റിന്റെ സൈസ് കൂടി വരുന്നത് പോലെ, കുറഞ്ഞു വരുന്നത് പോലെ, ഇങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മാറ്റം കണ്ടുവരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങളത് തള്ളിക്കളയരുത്. പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ ലക്ഷണം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും നമുക്ക് ബ്രസ്റ്റിന്റെ ഭാഗത്ത് മുഴ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പല സമയങ്ങളിൽ നമ്മുടെ കക്ഷത്തിന്റെ ഭാഗത്തും ലിംഫ് നോഡ് നന്നായിട്ട് വലുതായിട്ട് വരാം. പലപ്പോഴും ഇത് സൈസ് നന്നായിട്ട് കൂടിയിട്ടുണ്ടാകും, വേദന ഉണ്ടാക്കുന്നതായിരിക്കാം, വേദന ഇല്ലാത്തതായിരിക്കാം. അപ്പൊ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുമ്പോഴാണ് അത് ക്യാൻസറസ് ആണോ ക്യാൻസറസ് അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് കക്ഷത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ ഭാഗത്ത് മുഴകൾ കണ്ടുവരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ തള്ളിക്കളയരുത്, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ആറാമത്തെ ഒരു ലക്ഷണമാണ് നമ്മുടെ നിപ്പിളിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ദ്രാവകം പോലെ വരികയാണ്, ബ്ലഡ് പോലെയുള്ള കാര്യങ്ങൾ വരികയാണ്. ചില സമയത്ത് പ്രസ് ചെയ്യുമ്പോഴും വരാം, പ്രസ് ചെയ്യാതിരിക്കുമ്പോഴും ഇത്തരത്തില് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരുന്നവരുണ്ട്. ഇതും നിങ്ങൾ നോട്ടീസ് ചെയ്യണം കേട്ടോ. അവസാനത്തെ ഒരു ലക്ഷണം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ നിപ്പിളിന്റെ ഭാഗത്ത് കുഴിഞ്ഞു പോകുന്നത് പോലെ, അല്ലെങ്കിൽ സ്കിൻ കുറച്ചൊന്ന് ഉള്ളിലേക്ക് വലിയുന്നത് പോലെ ഇത്തരത്തിൽ നിങ്ങൾക്കൊരു ഫീല് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ബ്രസ്റ്റിന്റെ ഭാഗത്ത് മുഴ വരുന്നത് മാത്രമല്ല ക്യാൻസർ, ആ ഒരു തെറ്റിദ്ധാരണയും കൂടി നിങ്ങൾ മാറ്റണം. ഇനി എന്താണ് നമുക്ക് ഈ ഒരു സെൽഫ് എക്സാമിനേഷൻ, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ മാസത്തിൽ ഒരു ദിവസം ഒരു വട്ടെങ്കിലും നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു വട്ടം ചെയ്യാനായിട്ട് പറയുന്നതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടല്ലോ, ഈ സ്ത്രീകളുടെ ശരീരത്തിലുണ്ടല്ലോ എപ്പോഴും ഈ ഹോർമോൺസ് ഇങ്ങനെ ഫ്ലക്ച്വേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ പീരീഡ്സ് ആകുന്നതിന് ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ 2 ആഴ്ച മുന്നേ ആയിട്ട് ചില സ്ത്രീകൾക്കുണ്ടല്ലോ സ്തനത്തിന്റെ ഭാഗത്ത് നല്ലൊരു കല്ല് കയറ്റി വെച്ചതുപോലെ, നല്ലൊരു ഹെവിനെസ്, തൊടുന്ന സമയത്ത് ഒരു വേദന, അത് കോമൺ ആയിട്ട് പല സ്ത്രീകളും പറയാറുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു എക്സാമിനേഷൻ ചെയ്യുകയാണെങ്കിൽ പല ആളുകൾക്കും പേടിയാവും ട്ടോ. കാരണം എല്ലാവരും വിചാരിക്കും എനിക്ക് ക്യാൻസർ ആണെന്നുള്ള ഒരു കാര്യം. അപ്പൊ നിങ്ങൾ പീരീഡ്സിന്റെ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യാതെ പീരീഡ്സ് ആയതിന് ഒരു 5 മുതൽ 6 ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പൊ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങൾ, അതായത് നോർമൽ ആയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക.
ഇപ്പൊ നിങ്ങളുടെ പീരീഡ്സ് നിന്നവരൊക്കെയാണ്, മെനോപോസ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു സമയം നോക്കിയിട്ട് മാസത്തിൽ ഒരു വട്ടം നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഇത് ചെയ്യേണ്ടതിന്റെ ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മളുണ്ടല്ലോ കണ്ണാടിയുടെ മുന്നിൽ ഡോറൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം കണ്ണാടിയുടെ മുന്നിൽ ഡ്രസ്സ് അഴിച്ചിട്ട് നിങ്ങൾ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ സ്റ്റഡി ആയിട്ട് നിൽക്കുക. ശേഷം നമ്മുടെ രണ്ട് കൈകളും നമ്മുടെ തലയുടെ പിന്നിലേക്ക് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുക, താഴത്തേക്കാക്കുക, ഇങ്ങനെ വെക്കുക, താഴത്തേക്കാക്കുക. ഇത് നിങ്ങളൊരു 3-4-5 വട്ടം റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്നാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ ബ്രസ്റ്റിന്റെ സൈസ്. ഇതിന് മുന്നേ ആയിട്ട് നമ്മുടെ ബ്രസ്റ്റിന്റെ സൈസ് എല്ലാ സമയത്തും ഒരേപോലെ തന്നെ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചില ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകും. ചിലത് ഒരു ബ്രസ്റ്റ് ചിലപ്പോൾ സൈസ് കൂടുതലായിരിക്കാം, ചിലത് സൈസ് കുറവായിരിക്കാം. പക്ഷെ നിങ്ങളുടെ നോർമൽ ബ്രസ്റ്റിന്റെ സൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ ഭാഗം നന്നായിട്ട് വലുതായിട്ടിരിക്കുന്നത് പോലെ തോന്നുകയാണ്, അല്ലെങ്കിൽ നന്നായിട്ട് ചെറുതായിട്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ എന്ന് നോക്കുക. ഇത്തരത്തിൽ എന്തെങ്കിലും സൈസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും സ്ഥലത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് കുഴിഞ്ഞു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വലിഞ്ഞുള്ളിലേക്ക് പോകുന്നുണ്ടോ, നമ്മുടെ നിപ്പിളിന്റെ ഭാഗം മുന്നുള്ളിലേക്ക് വലിഞ്ഞു പോകുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട്, സ്ഥലത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ചുവന്ന് തടിച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീക്കം പോലെ തോന്നുന്നുണ്ട്, ഓറഞ്ചിന്റെ കുഴി പോലെ എന്തെങ്കിലും കുഴിയായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ വിഷ്വൽ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് സൈസ് നിങ്ങൾ നോക്കുക, കുഴിഞ്ഞു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പുറം ഭാഗത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ, ചുവപ്പ്, തടിപ്പ്, വീക്കം, ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു സെയിം കാര്യം തന്നെ നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് ചെയ്തിട്ട് കുറച്ച് നിങ്ങൾ സൈഡിലേക്ക് നിൽക്കുക. എന്നിട്ട് മിററിന്റെ സൈഡിൽ നിന്നും നിങ്ങൾ ഇങ്ങനെ കൈ ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ നോക്കിയിട്ട് സൈഡ് വ്യൂ നിങ്ങൾ നോക്കണം കേട്ടോ. സൈസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് സൈഡിൽ നിന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഒരു 5-6 വട്ടം ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കും. ഇനി അടുത്തതാണ് നമ്മൾ സ്പർശിച്ച് നോക്കേണ്ടത്. ഇതിനായിട്ട് ഇപ്പൊ നമ്മൾ വലത് ബ്രസ്റ്റ് ആണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ വലത് കൈ മുകളിലേക്ക് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ ഇടത്തെ കൈ കൊണ്ട് നമ്മുടെ ബ്രസ്റ്റിൽ ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മൾ എക്സാമിനേഷൻ ചെയ്യേണ്ടത്. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രസ്റ്റിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ബ്രസ്റ്റിനെ 4ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇത് ഒന്നാമത്തെ ഭാഗം, നമ്മുടെ ഈ വിരലിന്റെ ഈ ഒരു ഭാഗത്തും ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു പ്രഷർ കൊണ്ട് ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലോക്ക് വൈസ് ഇങ്ങനെ ഒന്ന് റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഒരു 30 സെക്കൻഡ്. എന്തെങ്കിലും തടിപ്പോ മൊഴിയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇങ്ങനെ ഒരു 30 സെക്കൻഡ് ഇവിടെ ഒന്ന് മസാജ് ചെയ്ത് നോക്കുക. ശേഷം പതുക്കെ നമ്മൾ രണ്ടാമത്തെ പൊസിഷനിലേക്ക്, ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം അവിടേക്ക് ജസ്റ്റ് ഒന്ന് മൈൽഡ് പ്രഷർ കൊണ്ട് ഇങ്ങനെ നമ്മൾ സർക്കിൾ ചെയ്ത് ഇങ്ങനെ നോക്കുക. ശേഷം നമ്മൾ മൂന്നാമത്തെ ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രഷർ ചെയ്ത് കൊടുത്ത് മൊഴയോ എന്തെങ്കിലും തടിപ്പുണ്ടോ എന്ന് നോക്കുക. പിന്നെ നാലാമത്തെ ഭാഗം. ഇങ്ങനെ നമ്മൾ 4 ഭാഗത്തും ക്ലോക്ക് വൈസ് ആയിട്ട് ഒരു 30 സെക്കൻഡ് ഇങ്ങനെ മൈൽഡ് പ്രഷർ കൊടുത്ത് നോക്കുക. ഇതേ സെയിം പൊസിഷനിൽ തന്നെ കുറച്ചും കൂടി പ്രഷർ കൊടുത്തിട്ട് നമ്മൾ ഒന്നാമത്തെ ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡീപ്പായിട്ട് എന്തെങ്കിലും മുഴകൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ പുറത്തത്തെ ഭാഗത്ത് എന്തെങ്കിലും തടുപ്പും ചില സമയത്ത് മുഴ ഉണ്ടാകും. കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇത്തരത്തിലുള്ള മുഴകളും നമുക്ക് കണ്ടു എന്ന് വരാം. അപ്പൊ കുറച്ചും കൂടി പ്രഷർ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുക. എന്തെങ്കിലും തടിപ്പോ അല്ലെങ്കിൽ മുഴയോ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ശേഷം നമ്മൾ നിപ്പിളിന്റെ ഭാഗത്തും ഇതേപോലെ കുറച്ചൊന്ന് പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ തടിപ്പോ മുഴയോ എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടി നോക്കുക. ഇതാണ് നമ്മൾ സ്ഥലത്തിന്റെ ഭാഗത്ത് ചെയ്യേണ്ട ഒരു കാര്യം. സെയിം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കക്ഷത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കൈ കൊണ്ടുപോവുക. കക്ഷത്തിന്റെ ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് ഇങ്ങനെ നോക്കുക. എന്തെങ്കിലും മുഴയോ തടിപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോന്ന്. ഇതാണ് നമ്മൾ സ്പർശിച്ച് നോക്കേണ്ട ഒരു കാര്യം. സെയിം കാര്യം തന്നെ നിങ്ങൾ വലത്തെ ഭാഗത്ത് ചെയ്ത് തന്നെ ഇടത്തെ ഭാഗത്തും കൂടി റിപ്പീറ്റ് ചെയ്യാനായിട്ടും കൂടി നോക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട അവസാനത്തെ ഒരു കാര്യമാണ്, നമ്മുടെ നിപ്പിള് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് പോലെയുള്ള കാര്യങ്ങൾ, ദ്രാവകം പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട അവസാനത്തെ ഒരു കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെൽഫ് എക്സാമിനേഷനിൽ നിങ്ങൾ മാസത്തിൽ ഒരു വട്ടം എല്ലാ സ്ത്രീകളും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോ എല്ലാരും പറയാറുണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്ര തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താലും അപ്രതീക്ഷിതമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ക്യാൻസർ പോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുക. നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എക്സാമിനേഷൻ ഒക്കെ ചെയ്ത് പ്രിക്കോഷൻ ഒക്കെ എടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ ഹിസ്റ്ററി ഉണ്ട്, ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ മറ്റു തരത്തിൽ എന്തെങ്കിലും ക്യാൻസറിന്റെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ പ്രിക്കോഷൻ ഒക്കെ എടുത്തിട്ട് ബ്ലഡ് ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ, മാമോഗ്രാഫി പോലെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ 2 വർഷം കൂടുമ്പോഴൊക്കെ ഒന്ന് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സോ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്, ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. വളരെ ചെറിയൊരു അറിവാണ്, പക്ഷെ എല്ലാവരും തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.
വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.